നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തവസി. നമ്മുടെ നാട്ടിൽ ഒരു വലിയ മാറ്റമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അമിതമോഹമാണോ എന്ന് നാട്ടുപട്ടത്തിന് വലിയ ധാരണയില്ല. എങ്കിൽ പോലും നമ്മുടെ മണ്ഡലത്തിലെ ഒരു മന്ത്രിക്ക്, MLA-ക്ക് സാംസ്കാരികവും സിനിമയും വിനോദസഞ്ചാരവും ഒന്നിച്ചു കിട്ടുന്നത് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമാണ്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഈ 3 വകുപ്പുകൾക്കും വളരെ പ്രസക്തമായ വൻ പുരോഗതി നേടാൻ കഴിയുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കുണ്ടറ. കഴിഞ്ഞ 2 മീറ്റിങ്ങുകളിലായി അദ്ദേഹം പൗരസമിതിയുടെ മീറ്റിങ്ങിലും ഫൈനാൻസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിലും പറഞ്ഞ 2-3 കാര്യങ്ങൾ നമുക്ക് ആശ തരുന്നതാണ്. കാരണം കുണ്ടറയിൽ ഒരു സാംസ്കാരിക സമുച്ചയം, അതായത് ആർട്ടുകൾക്ക്, നാടക പരിശീലനത്തിന്, സിനിമാ പരിശീലനത്തിന്, വർക്ക്ഷോപ്പുകൾക്ക്, സിനിമയുടെ അവതരണത്തിന്, നാടകങ്ങളുടെ അവതരണത്തിന്, കലകളുടെ അവതരണത്തിന്, പാട്ടുപാടാൻ ഒക്കെ ആയിട്ടുള്ള ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു പൊതു ഇടം സാധ്യമാക്കും എന്ന് പറയുന്നത് വളരെ സന്തോഷകരമാണ്. ആ പ്രഖ്യാപനത്തിന് നമ്മൾ വളരെ സ്നേഹത്തോടെ ഇപ്പോൾ സ്വീകരിക്കുന്നു. പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിട്ട് മാത്രം ഒരു റെഡ് സല്യൂട്ട് കൊടുക്കാൻ നാട്ടുവട്ടം ആഗ്രഹിക്കുന്നു. നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 13,315 രൂപ, പവന് 1,06,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. കുണ്ടറയിൽ കലാസമുച്ചയം നിർമ്മിക്കും. സാംസ്കാരിക മന്ത്രി PC വിഷ്ണു വിവിധ കലാപരിപാടികൾക്കും സിനിമാ പ്രദർശനങ്ങൾക്കുമായി കുണ്ടറയിൽ മികച്ച കലാസമുച്ചയം നിർമ്മിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് കുണ്ടറ ഫൈനാൻസ് അസോസിയേഷൻ്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പ്രതിമാസ പരിപാടിയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രസിഡന്റ് C. പ്രകാശ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പ്രൊഫസർ മാത്യു വർഗീസ്, ജോയിന്റ് സെക്രട്ടറി ശ്രീധരൻപിള്ള, അഡ്വക്കേറ്റ് ബാബുക്കുട്ടൻപിള്ള, സരോവരൻ ശ്രീകുമാർ, K. സുഗതൻ, ശ്രീകുമാർ പെരുമ്പുഴ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ, കായിക മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് പുരസ്കാരങ്ങൾ നൽകി. മറ്റു പല ജില്ലകളിലും അവർക്ക് കാടുണ്ട്, പക്ഷെ അവിടെ കടലില്ല. ചിലർക്ക് കായലില്ല, കടലുണ്ട്. നമുക്ക് കടലുണ്ട്, കായലുണ്ട്, കാടുണ്ട്. അപ്പം അതെല്ലാം കൂടി സംയോജിപ്പിക്കുന്ന ഒരു ടൂറിസവും, പിന്നെ അഷ്ടമുടി ഒരു പ്രത്യേക ടൂറിസം പദ്ധതിയിൽ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ സ്വാഭാവികമായും അഷ്ടമുടി വരുമ്പോഴുള്ളൊരു ഗുണം, അഷ്ടമുടിയിൽ ഒരു മുടിയാണ് കുണ്ടറ. അപ്പോ കുണ്ടറയിൽ ആ ടൂറിസം സർട്ടിഫിക്കറ്റിന്റെ ഭാഗമായി കൊല്ലവും കുണ്ടറയും എല്ലാം ചേരുന്ന ഒരു ടൂറിസം പദ്ധതി നമ്മുടെ ആലോചനയിലാണ്. അതിന്റെ ഭാഗമായി ഇതുപോലെയുള്ള സാംസ്കാരിക പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാകും എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു. ഞാൻ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ട്. തമിഴ് പാട്ടായതുകൊണ്ട് എനിക്ക് വരി അറിയില്ല, വരി തെറ്റും. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്നവരാരും പുറത്തുവിടരുത്. ശരിക്കും തമിഴ് പാട്ട് അറിയാവുന്നവർ കേട്ട് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിന് അത് കാരണമായിട്ടുണ്ടാവും. പച്ചക്കിളികളത്തോട് പച്ചക്കിളികളത്തോട് മടിയോട് ഭൂലോകമാനന്ദത്തിൽ ഭൂമിക്ക് കണ്ണി സ്വന്തമേ ചിന്നം ചേര ചെപ്പിക്കുള്ള സ്വർഗം ഇருக்கு അടഞ്ഞ ചിന്ന അൻപുക്കാകെ ജീവനെന്നും ഇருக்கு പട്ട പൂച്ചി കൂട്ടത്തിട്ട് പട്ടായത്തിട്ട് അങ്ങനെ പാട്ടാണ് പുള്ളി പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സുരേഷിനെ വീണ്ടും കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കലാകാരന്മാരും കഴിഞ്ഞിട്ട് അവരോടെല്ലാവരോടുള്ള പ്രത്യേക അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അമ്മേ,
എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. പള്ളിമുറ്റത്തെ മരം മുറിക്കെതിരെ ഇടവക അംഗങ്ങൾ പ്രതിഷേധിച്ചു. കിഴക്കേക്കല്ല കൊടുവിള സെൻറ്റ് ഫ്രാൻസിസ് പള്ളിമുറ്റത്ത് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള മഴമരം മുറിച്ചു നീക്കിയതിനെതിരെ ഇടവക അംഗങ്ങൾ മെഴുകുതിരി തെറ്റി പ്രതിഷേധിച്ചു. തലമുറകൾ തണൽ നൽകിയ പുളിവാക ഇനത്തിൽപ്പെട്ട മരമാണ് വിശ്വാസികളുടെ പ്രതിഷേധം കണക്കിലെടുക്കാതെ മുറിച്ചു മാറ്റിയത്. പള്ളിക്കോ സ്കൂളിനോ യാതൊരു ഭീഷണിയും ഉയർത്തുന്നതോ ഉണങ്ങിയതോ അപകടാവസ്ഥയിലായോ അതോ ആയ മരമായിരുന്നില്ല മുറിച്ചു മാറ്റിയതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. മറ്റു ചില നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഗൂഢലക്ഷ്യത്തോടെ മരം മുറിച്ചതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇനിയുള്ള ഏക മരമെങ്കിലും സംരക്ഷിക്കുന്നതിനായി മരത്തിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന് കൊടുവിള പൈതൃക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ഞായറാഴ്ച കുർബാന കഴിഞ്ഞ ശേഷമാണ് പള്ളിമുറ്റത്ത് പ്രതിഷേധം അരങ്ങേറിയത്. പ്രതിഷേധം സംഗമം ഖാദികൻ കല്ലട BV ജോസ് ഉദ്ഘാടനം ചെയ്തു. ബൈജു പ്രണവം അധ്യക്ഷത വഹിച്ചു. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meet, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. ഞാറ്റുവേലച്ചന്ത. കിഴക്കേക്കല്ല ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് സംഘടിപ്പിച്ച ഞാറ്റുവേലച്ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജയശ്രീ പിള്ള അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ CB തോമസ്, ഗീത സജീവ്, സിബിൾ ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ KR സന്തോഷ്, പുളിക്കൽ രാജേന്ദ്രൻ, ശ്രീരഞ്ജിനി, ഷീന വിനോദ്, PT ഷാജി, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ രത്നകുമാരി, ഉണ്ണികൃഷ്ണപിള്ള, സരിത, ചന്ദ്രൻ കല്ലട, അഡ്വക്കേറ്റ് CG ഗോപുകൃഷ്ണൻ, സന്തോഷ് കുമാർ, സുധാകരൻ, പ്രശാന്ത് കുമാർ എന്നിവർ പങ്കെടുത്തു. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ദൃഢതയ്ക്ക് കളരിപ്പയറ്റ് അഭ്യസിക്കും. ആത്മവിശ്വാസവും ശാരീരിക ആനന്ദവും സ്വന്തമാക്കാൻ യോഗ പരിശീലിക്കും. ശരീരവും മനസ്സും ചെറുപ്പമായി സൂക്ഷിക്കാൻ ശാരീരിക വ്യായാമങ്ങൾ സ്വന്തമാക്കും. കളരിയും യോഗയും വ്യായാമങ്ങളും അഭ്യസിക്കാൻ MBG CVN കളരി കുണ്ടറ. 7 വയസ്സ് മുതൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ആർക്കും അഭ്യസിക്കാം. മുതിർന്നവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും പ്രത്യേക പരിശീലനം നൽകുന്നു. MBG CVN കളരി കുണ്ടറ. ഫോൺ 94 47 11 99 80. നാളെ തന്നെ പരിശീലനം ആരംഭിക്കും.
ആരോഗ്യത്തോടെ ആനന്ദത്തോടെ ജീവിക്കും. ലൈബ്രറിയിൽ പുസ്തക പ്രദർശനം നടത്തി. മുളവന JMYMA ലൈബ്രറിയിൽ വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി റഫറൻസ് പുസ്തകങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. ബാലവേദി പ്രസിഡന്റ് S. സായിശ്രീ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് മുളവന രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി സെക്രട്ടറി B. മധുസൂദനൻ പിള്ള, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം മുളവന രാജേന്ദ്രൻ, വയോജനവേദി രക്ഷാധികാരി M. കുഞ്ഞികൃഷ്ണപിള്ള, സെക്രട്ടറി P. തുളസീധരൻ, ദീപ റജി, C. അമ്പിളി, V. ഷീജ, ബാലവേദി ജോയിന്റ് സെക്രട്ടറി S. ഏഞ്ചൽ എന്നിവർ സംസാരിച്ചു. മനുഷ്യൻ. എല്ലാ മനുഷ്യരും തലമുറ വ്യത്യാസമില്ലാതെ കടന്നു പോകുന്ന ഒരവസ്ഥയെ 8 മിനിറ്റുള്ള ഒരു ചലച്ചിത്ര ഭാഷ്യമാക്കിയിരിക്കുകയാണ് മനുഷ്യൻ. വ്യക്തികൾക്ക് ഇടയിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ, അത് സുഹൃത്തുക്കളായാലും സഹോദരങ്ങളായാലും ഭാര്യ ഭർത്താക്കന്മാരായാലും പ്രണയ ജോഡികളായാലും സഹപ്രവർത്തകരായാലും മിക്കപ്പോഴും ബന്ധങ്ങളുടെ തകർച്ചയിലേക്ക് നയിക്കുന്നു. എത്ര കെട്ടുറപ്പ് ഉണ്ടായിരുന്ന ബന്ധങ്ങളാണ് ഈഗോയുടെ പേരിൽ തകർന്ന് അടിയുന്നത്. ഈഗോയെ അതിജീവിക്കാൻ വിദ്യാഭ്യാസത്തിനോ സംസ്കാരത്തിനോ കഴിയാത്ത നിലയിൽ നമ്മുടെ മനോഘടനകൾ മാറിയിരിക്കുന്നു. ഇത്തരം മാനസികാവസ്ഥയ്ക്ക് കാരണമായവർ മാത്രമല്ല, അവരോടൊപ്പം സഞ്ചരിക്കേണ്ടി വരുന്നവരും ഇതിൻ്റെ ദുരിതങ്ങൾ നിത്യവും അനുഭവിക്കേണ്ടി വരുന്ന ദയനീയതയും അനുഭവമാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട എത്രയോ പേരെ നിങ്ങൾക്കും എണ്ണിയെടുക്കാൻ കഴിയും. എല്ലാം പറഞ്ഞൊന്ന് കെട്ടിപ്പിടിക്കാം എന്ന് മനസ്സുറപ്പിച്ചിരിക്കുമ്പോഴാണ് വിധി കരിമ്പടവുമായി എത്തുന്നത്. അതോടെ മനുഷ്യരോടൊപ്പം മോഹങ്ങളുടെ പർവ്വതങ്ങളും മണ്ണടിയുന്നു. ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മ ഒരു വേള ആധിപത്യം നേടുന്നു. ഇത് നിത്യ അനുഭവങ്ങൾ ആണെങ്കിലും മനുഷ്യൻ പിന്നെയും വാശിയോടെ അതേ പടുവഴിയിലൂടെ യാത്ര തുടരുകയാണ്. മനുഷ്യ മനസ്സിൻ്റെ മനോഹാരിത എന്താണ്? ഈ നശിച്ച ഈഗോയെ കീഴടക്കുക. ഈ 8 മിനിറ്റുള്ള ലൈല ക്രിയേഷൻസിൻ്റെ 31ാമത്തെ ഹ്രസ്വചിത്രം മനുഷ്യൻ നിങ്ങൾ ഇന്ന് തന്നെ ഒന്ന് കാണുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യണം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹത്തോടെ ലൈല ക്രിയേഷൻസ്. പൂജപ്പുരയിൽ മഹാനവീകരണ കലശം നാളെ തുടങ്ങും. കേരളപുരം ഇളവട്ടം പൂജപ്പുര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മഹാനവീകരണ കലശം ബുധനാഴ്ച തുടങ്ങും. ക്ഷേത്രം തന്ത്രി മുളപ്പിലാപ്പിള്ളി മഠം N. ശ്രീകണ്ഠരരു ഭട്ടതിരി, മേങ്ങേരിൽ പത്മനാഭൻ നമ്പൂതിരി, കഴഞ്ഞൂർ കൃഷ്ണകുമാർ എന്നിവരുടെ മുഖ്യ കാർമ്മികത്തിലാണ് 11 ദിവസം നീളുന്ന നവീകരണ കലശ കർമ്മങ്ങൾ. 8-ന് വൈകിട്ട് 6:30-ന് ആചാര്യഭരണം, പ്രസാദശുദ്ധി ക്രിയകൾ. 7-ന് സാംസ്കാരിക സമ്മേളനം. മന്ത്രി PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്യും. NSS താലൂക്ക് യൂണിയൻ ചെയർമാൻ ആദിക്കാട് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് TR രാമനാഥൻ, മുളപ്പിലാപ്പള്ളി മഠം ശ്രീകണ്ഠരരു ഭട്ടതിരി തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് കലശങ്ങൾ. വൈകിട്ട് 6:30-ന് പ്രൊഫസർ ഇന്ദുലേഖ B. നായരുടെ ആധ്യാത്മിക പ്രഭാഷണം. 7:30-ന് ഭജന. സമാപന ദിവസമായ 18-ന് രാവിലെ 7:30-ന് കലശങ്ങൾ, അഭിഷേകങ്ങൾ. 12 സാമൂഹ്യ സദ്യ. വൈകിട്ട് 6:30-ന് സമാപന സമ്മേളനം. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് ഇടവട്ടം വിനോദ് അധ്യക്ഷത വഹിക്കും. പ്രഥമ പൂജപ്പുരേശൻ പുരസ്കാരം മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരന് നൽകും. C. സദാനന്ദൻ മാസ്റ്റർ MP, BP ഗോപകുമാർ MLA തുടങ്ങിയവർ സംസാരിക്കും. രാത്രി 8:30-ന് ഭജനയോടെ സമാപിക്കും. തെരഞ്ഞെടുപ്പ്. ഇളമ്പള്ളൂർ 4849 നമ്പർ വേലുത്തമ്പി ദളവ NSS കരയോഗം ഭാരവാഹികളായി G. കൃഷ്ണൻകുട്ടി പ്രസിഡന്റ്, P. അജിത് നാഥ് സെക്രട്ടറി, മണികണ്ഠൻ പിള്ള ട്രഷറർ, സതീഷ് ചന്ദ്രൻ പിള്ള വൈസ് പ്രസിഡന്റ്, വിനോദ് കുമാർ ജോയിന്റ് സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു. സഹായം നൽകി. കേരളപുരം ദമാം നവോദയ അൽഹസ റീജിയണൽ ഹഫൂഫ് ഏരിയ ഹാരത്ത് യൂണിറ്റ് അംഗമായിരിക്കെ മരണപ്പെട്ട കേരളപുരം സ്വദേശി അനിൽകുമാറിൻ്റെ കുടുംബസഹായ ഫണ്ട് ചിറ്റിമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B. ബൈജു കൈമാറി. പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റി അംഗവുമായ B. മനോജ് അധ്യക്ഷത വഹിച്ചു. നവോദയ മുൻ പ്രവർത്തകനും പ്രവാസി സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ സന്തോഷ് മാനവം സ്വാഗതം പറഞ്ഞു. പെരിനാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗം NS പ്രസന്നകുമാർ, ശിവകുമാർ, നിസാമുദ്ദീൻ, പെരിനാട് പഞ്ചായത്ത് മെമ്പർ അമലേന്ദു, പ്രവാസി സംഘം കുണ്ടറ ഏരിയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മുനീറ, സുമാ രാജേന്ദ്രൻ, രഞ്ജിനി എന്നിവർ പങ്കെടുത്തു.
നവോദയ ഭാരത് യൂണിറ്റ് സെക്രട്ടറി സജു PR പൊഴിയൂർ നന്ദി പറഞ്ഞു. ബഷീർ തിരുനെല്ലൂർ അനുസ്മരണം നടത്തി. പുനക്കുന്നൂർ മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണത്തോടനുബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ, തിരുനെല്ലൂർ കരുണാകരൻ എന്നിവരെ അനുസ്മരിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് J. വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേരളപുരം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി N. പ്രഭാകരൻപിള്ള, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം M. ഷംസുദ്ദീൻ, M. ജലാലുദ്ദീൻ, S. സമന്തഭദ്രൻ, N. ശശിധരൻ എന്നിവർ സംസാരിച്ചു. നാട്ടുവട്ടം വാർത്തകൾ ഇന്ന് പ്രഭാതമാകുമ്പോൾ നാട്ടിലുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങളിൽ എത്തിക്കാനാണ് നാട്ടുവട്ടം കഴിഞ്ഞ 4 വർഷമായി ശ്രമിച്ചു വരുന്നത്. കുറച്ചൊക്കെ അതിന് കഴിഞ്ഞിട്ടുണ്ട്. നാട്ടുവട്ടത്തിൻ്റെ രീതികളും സ്റ്റൈലും കുറച്ചുകൂടി മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ചുകൂടി അഗ്രസീവായ വാർത്തകൾ, കുറച്ചുകൂടി അന്വേഷണാത്മകമായ വാർത്തകൾ ഞങ്ങൾ ഇതിൽ പെടുത്താൻ ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ സഹായം നമുക്ക് വേണം. ഒപ്പം നാട്ടുവട്ടത്തിൻ്റെ സഹോദര സ്ഥാപനമായ ലൈല ക്രിയേഷൻസ് കഴിഞ്ഞ 2 വർഷം മുമ്പ് ആരംഭിച്ച 1 മാസം ഒരു ഹ്രസ്വചിത്രം എന്ന ലക്ഷ്യം ഇപ്പോൾ 31 ഹ്രസ്വചിത്രങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 31ാമത്തെ ചിത്രം മനുഷ്യൻ കഴിഞ്ഞ ജൂലൈ മാസം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ഇപ്പോൾ കുറച്ച് അധികം സുഹൃത്തുക്കൾ ആ സിനിമ കണ്ടിട്ടുണ്ട്. 8 മിനിറ്റ് മാത്രമുള്ള ഈ സിനിമ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ നിങ്ങൾ ആ സിനിമ കാണുകയും ആദ്യമായിട്ടാണ് ലൈല അവർ ലവ് എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തുള്ള മറ്റ് സിനിമകൾ കൂടി കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഈ 2 ചാനലുകളും നാട്ടുവട്ടം ചാനലുകളും ലൈല അവർ ലവ് എന്ന യൂട്യൂബ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.